ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാം സുഖല്ലേ? നമ്മുടെ ലൈഫില് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മള് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളത്, മനസ്സമാധാനമായിട്ട്. അപ്പൊ അത് പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മള് ഈ ഇന്ത്യ വിട്ട് അല്ലെങ്കിൽ നാട് വിട്ടിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചേക്കേറി സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കണ സമയത്തെ പലരും പറയും, അമേരിക്കയിലല്ലേ പൂത്ത കാശാന്ന്. ഈ പൂത്ത കാശ് ഉണ്ടാക്കണമെങ്കിലേ അതിന് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. ഒരു സ്റ്റുഡന്റ് വിസ വന്നൊരു കാലം തൊട്ട് ഇവിടുത്തെ കുട്ടികൾ ആയിരിക്കുമ്പോൾ തൊട്ട് PR കിട്ടി സിറ്റിസൺ എന്താണ് നമ്മുടെ ഈ പ്രായം കഴിഞ്ഞാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഉറക്കം. അപ്പോൾ ഒരു സ്റ്റുഡന്റ് വിസ വന്നു കഴിഞ്ഞാല് എന്താ പറയാ, ആ കോഴ്സ് ചെയ്യണ സമയത്ത് പഠിക്കണം, അത് കഴിഞ്ഞാൽ നോർമൽ ജോലിക്ക് പോകണം, പിന്നെ ഇപ്പൊ രാത്രി വല്ല ക്ലീനിങ് ജോലിക്ക് പോവും. അങ്ങനെ ചെയ്തിട്ട് 2-3 ദിവസം കൂടുമ്പോൾ ഒറ്റയടിക്ക് 12-14 മണിക്കൂറും കിടന്ന് ഉറങ്ങണ സ്റ്റുഡൻസിനെ എനിക്കറിയാം. ഇതേപോലെ തന്നെ നഴ്സുമാര് നല്ല കാശുണ്ടാക്കുന്നു എന്നൊക്കെയും പറയുന്നുണ്ട് അല്ലേ. ഇവരുടെ ജോലിയിലുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് നൈറ്റ് ഷിഫ്റ്റ്. ഈ 12 മണിക്കൂർ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പകല് വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പറ്റില്ല. കാരണം ജോലി ഇല്ലാത്ത സമയത്ത് വീട്ടിൽ രാത്രി ഉറങ്ങും, അവിടെ പോകുമ്പോൾ പകല് നമ്മൾ ഉറങ്ങാത്തതുകൊണ്ട് രാത്രി ആ ഷിഫ്റ്റ് അലമ്പാവും. ഇവിടെ വരുന്നു, പകല് വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല കറക്റ്റായിട്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ ഉറക്കം എന്നുള്ള സാധനം. ഏതൊരു വ്യക്തിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ സാധനമാണ്. നമ്മൾ സാധാരണ പറയും ക്ഷീണം കാരണം നമ്മൾ ഉറങ്ങിപ്പോയി എന്ന് പറയും. പക്ഷെ കാനഡയിൽ എനിക്കറിയാവുന്ന കുറെ ആൾക്കാർക്ക് ക്ഷീണം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു 2 ആളിന് വേണ്ട സ്മോൾ അടിക്കും, ചിലപ്പോൾ ചേച്ചിമാരാണെങ്കിൽ ചിലപ്പോൾ വൈൻ അടിക്കും, ബീർ അടിക്കും, എന്നിട്ട് കിടന്ന് ഉറങ്ങും. എന്തിനു വേണ്ടിട്ടാ വെച്ചാൽ ഈ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയിക്കോളൂ. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ആള്, ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയെ അറിയാതെ, ഭാര്യയാണ് പുള്ളിക്ക് വരെ പേടിയാ. അപ്പോ പിന്നെ ഭാര്യക്ക് ഒട്ടും ഇഷ്ടമില്ല. ഭാര്യ ഭയങ്കര ദൈവവിശ്വാസവും ഒക്കെയുള്ള കൂട്ടത്തിലാണ്. വളരെ നല്ല കാര്യമാട്ടോ ദൈവവിശ്വാസമായിരിക്കും. പക്ഷെ ഈ പുള്ളിക്കാരന് വെള്ളടിക്കുന്നത് പുള്ളിക്കാരത്തിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ അതിന്റെ പേരിൽ ഈ മനുഷ്യന്റെ വെള്ളടി എന്ന് പറയുന്നത് ഭാര്യ അറിയാണ്ടാണ്. അപ്പോ ഈ മനുഷ്യൻ ഒരു ദിവസം ജോലി 12 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നൈസായിട്ട് ഒരു കുപ്പി ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ച് ആ കുപ്പി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ നൈസായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഉള്ള പരിപാടി തന്നെ, ഈ 7-അപ്പിലും കോളയിലും മിക്സ് ചെയ്ത് വെക്കില്ലോ, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആളുടെ വണ്ടിയുടെ സൈഡിൽ ഒതുക്കി വെക്കുക. അതാണ് ആളുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് കയറുമ്പോൾ 2 സിപ്പ് എടുത്തിട്ട് വേഗം പോയിട്ട് ഒറ്റ ഉറക്കം. അപ്പൊ ആ ഒരു പദ്ധതിയിൽ അദ്ദേഹം അന്നത്തെ ദിവസം കുപ്പി മേടിച്ചു, എല്ലാം മിക്സ് ചെയ്ത് വണ്ടി വെച്ചിട്ട് ഈ കുപ്പി ആള് അവിടെ കൊണ്ടൊരു ഗാർബേജിൽ ആണ് കൊണ്ടിട്ടു. അങ്ങനെ പതിവ് പോലെ ആശാൻ അവിടെ ചെന്നു, 2 സിപ്പൊക്കെ അടിച്ച് നേരെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഒരു കോൾ വന്നു. ഫോണിലൊരു കോൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് പോലീസിൽ നിന്നാണ് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ പോലീസാണ്, ഞാൻ പട്ടാള വെച്ചിട്ട് പോരാടുന്നു പറഞ്ഞു. കാരണം ഈ സ്കാം കോളുകൾ നടക്കണത്. അപ്പൊ അത് കാരണം തട്ടിപ്പാന്നുള്ളതിൽ പറഞ്ഞു, മരിക്ക് വില പണിത് തിന്നടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് പുള്ളി കിടന്ന് ഉറങ്ങി അങ്ങോട്ട് വരുമ്പോഴേക്കും വീണ്ടും അടുത്ത കോള് വന്നു, ഞങ്ങൾ പോലീസിൽ നിന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഇയാള് പറഞ്ഞു മാന്യമായിട്ട്. അപ്പൊ ഇയാള് വിചാരിച്ച് പഞ്ചാബികള് ഉടായ്പ കാണിക്കണ ഹിന്ദിയിൽ, ഇയാള് ഗൾഫിലേക്ക് ഉണ്ടായിരുന്നതാ, ഹിന്ദിയിൽ അമ്പരപ്പാണ് കൊടുത്തു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് കിടന്നു. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും കോള് വന്നപ്പോ എടുത്തത് ഇയാളുടെ ഭാര്യയായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെക്കാട്ട് അട്ടങ്കാലത്താ നല്ല രീതിയിൽ ഇംഗ്ലീഷിലും ഇവിടെ മിക്സ് ചെയ്തിട്ട് വയറിറച്ച കൊടുത്തു. വീണ്ടും ഫോൺ വെച്ചു. അങ്ങനെ ഇയാള് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവരുടെ വീട്ടില് വാടകയ്ക്ക് ബേസ്മെന്റിൽ താമസിക്കുന്ന ആളുടെ നമ്പറിലേക്ക് ഒരു കോള് വരും. ആ കോള് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്ന വീട്ടിലെ ടെനന്റ് അല്ലേ? അതെ. നിങ്ങൾ ഹൗസ് ഓണറുടെ പേര് ഇന്നതാണോ? അതെ. ഓക്കെ. ഒരു പണയോ? അവരോടൊന്ന് പറയണം, ഞങ്ങൾ വിളിക്കുന്നത് ശരിക്കും ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുന്നത്, അവര് എന്തുകൊണ്ടും അവര് മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാടകയ്ക്ക് താമസിച്ച ബേസ്മെന്റ് താമസിക്കുന്ന ആൾക്കാർ വേഗം തട്ടി വിളിച്ചിട്ട് ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളിപ്പോ വിളിച്ചിരുന്നാവൂ, അത് ശരിക്കുള്ള പോലീസാ, ഫോൺ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വിളിച്ചപ്പോ വേഗം ചേച്ചി, അയ്യോ സാറെ അറിയില്ലായിരുന്നു, ഫേക്കാന്ന് വിചാരിച്ചിട്ട് തെറി പറഞ്ഞ, സോറി ഇതൊക്കെ പറഞ്ഞ ദാറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന ആളാരാണ്? ഭർത്താവാണോ? ഓക്കെ, പുള്ളിനൊന്ന് ലൈനിൽ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു ചേട്ടാ ഒറിജിനൽ പോലീസാണ്, തെറി പറയല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഉറക്കപ്പിച്ചൽ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന ആളാണോ? അതെ ഇന്ന ആളാണോ? ഓക്കെ. അപ്പൊ ശരിക്കും പോലീസിനെ വിളിക്കുന്നത്? ഓക്കെ. എന്താ കാര്യം ചോദിച്ചു. പറഞ്ഞു, നിങ്ങള് ഇപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ വീട്ടിലുണ്ട്, ഇന്ന സ്ഥലത്തുണ്ടോ? ഓക്കെ.
ഞങ്ങള് ഇത്ര മിനിറ്റിനുള്ളിൽ അവിടെ വരും, നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു. അപ്പോഴേക്ക് ഇയാള് വേഗം പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പോലീസ് വന്നു. ഇയാള് താഴത്തേക്ക് ഇറങ്ങി ചെന്നു. പോലീസ് ചോദിച്ചു, നിങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് ഇത് മദ്യം മേടിച്ചിട്ട് ഇന്ന സ്ഥലത്ത് നിങ്ങൾ കുപ്പി വലിച്ചെറിഞ്ഞോന്ന് ചോദിച്ചു, ഗാർബേജിൽ ഇട്ടോന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു. പോലീസുകാരൻ ചോദിച്ചു, നിങ്ങള് വെള്ളം അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു രീതി ഉണ്ടല്ലോ, പോലീസുകാർ ചോദിക്കുക വെള്ളം അടിച്ചിട്ടുണ്ടോ, ഇല്ലില്ല ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയില്ലോ. പുള്ളി ആ സ്റ്റൈലിൽ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് കുറെ കാര്യങ്ങൾ ഇനി ചോദിച്ചു. അല്ല അപ്പൊ നിങ്ങള് ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്പൺ ചെയ്ത ബോട്ടിലോട്ട് ഇട്ടത്, അപ്പൊ സാധനം എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വൈഫ് അറിയാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് എന്റെ വണ്ടിയിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവര് ഊതാൻ പറഞ്ഞു. ഭാര്യ തെക്കും മുകളിൽ നിന്ന് കാണുന്നുണ്ട് ജനലിലെ കൂടെ, അത് ആലോചിക്കണം. ഊതി കഴിഞ്ഞപ്പോ പെർസെന്റേജ് സാധനം ഉണ്ട്. പോലീസ് പറഞ്ഞ്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവിടെ ആ കുപ്പി എറിഞ്ഞതിന് ഇതുണ്ട്, കേസ് ഉണ്ട്. ആ ഇതിനകത്ത് അവിടെ കുപ്പി അങ്ങനെ ഇടാൻ പാടില്ല. അപ്പോൾ അത് ഇട്ടത് ഓൾറെഡി കംപ്ലൈന്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവിടെ ഇരുന്ന് കുടിച്ചോ വീട്ടിൽ വന്ന് കുടിച്ചോ എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പില്ല. സോ ഞങ്ങളുടെ കണക്കിൽ നിങ്ങൾ അവിടെ നിന്ന് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഇത് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി അകപ്പെട്ടു. കാരണം വെച്ചാൽ വീട്ടിൽ ഭാര്യ മുകളിൽ നോക്കിക്കുന്നുണ്ട്, ഇത് അഡ്മിറ്റ് ചെയ്തില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, ഞാനിത് അഡ്മിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? പോലീസുകാരൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തു, നിങ്ങളിത് അഡ്മിറ്റ് ചെയ്യാണ് മിണ്ടാണ്ട് നിങ്ങളിത് പറയാന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും, 7 ദിവസത്തേക്ക് നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, കാറ് ഓൾറെഡി കസ്റ്റഡിയിൽ എടുക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ കാറും തിരിച്ചു തരും എന്ന് പറഞ്ഞു. ഇല്ലെങ്കിലോ ഈ 7 ദിവസം എന്നുള്ളത് 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പണിയാവും. പുള്ളി പറഞ്ഞു, പിന്നെ ഞാനിത് അഡ്മിറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. പോലീസിന്റെ ടോയിങ് വണ്ടി വന്നു, കാറും കൊണ്ടുപോയി. ഭാര്യ ഒന്നും മനസ്സിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇത് സംഭവം ആലോചിച്ചിട്ട്. അങ്ങനെ പുള്ളി പോയിട്ട് നിരുപാധികം ഭാര്യയുടെ കാലക്ക് വീണ് കാര്യം പറഞ്ഞു. ഇതൊക്കെയാണ് സംഭവിച്ചത്. കുടുംബകലഹം കാര്യങ്ങളൊക്കെ അവിടെ നിന്നൂട്ടാ. മാനഹാനി അവിടെ ഇരിക്കട്ടെ, സാമ്പത്തികമായിട്ടുള്ള അടുത്ത നഷ്ടത്തേക്ക് വരാം നമുക്ക്. ഈ മനുഷ്യന്റെ ലൈസൻസ് ഇങ്ങോട്ട് ഒരാഴ്ച 10 ദിവസമാണെന്ന് തോന്നുന്നു കഴിഞ്ഞു. പുള്ളി സർവീസ്, ഇപ്പൊ ഒണ്ടാരിയോളാണെങ്കിൽ സർവീസ് ഒണ്ടാരിയോ, പിന്നെ ന്യൂ ബേൺസ് ആണെങ്കിൽ സർവീസ് ന്യൂ ബേൺസ്ക്ക്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇതാണ് സർവീസ് വെച്ചിട്ട് ആ പ്രൊവിൻസിന്റെ പേര് പറയാ. അവിടെ പോയി ആളുടെ ലൈസൻസ് ഇങ്ങനെ റിവോക്ക് ചെയ്ത ലൈസൻസ് ആൾക്ക് റിന്യൂ എന്താ പറയാ അത് ആക്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ആളവിടെ ചെന്നു, അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഒരു $300 തൊട്ട് താഴെ, ഒരു $270 ഫൈൻ ഈ സാധനത്തിന്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ കാറ് എടുക്കാണ്ടിരുന്ന സ്ഥലത്തുനിന്ന്. ഓക്കെ, അപ്പൊ 3 ദിവസം കഴിഞ്ഞാൽ വണ്ടി ആൾക്ക് എടുക്കാം, പക്ഷെ ഇയാൾക്ക് ലൈസൻസിനടുത്ത് ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഏകദേശം 7 ദിവസത്തോളം വണ്ടി അവിടെ പോലീസിന്റെ ഏതൊരു സ്റ്റോറേജ് പോലെ സ്ഥലത്ത് പോയി കിടന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് ഒരു $1,600 അത് ഏത് സ്റ്റോറേജ് ഫീ, അതും കൂടെ ഇപ്പൊ മൊത്തത്തില് കഷ്ടി $900 ഇതേ കിടക്കണ്. ഒരു അരക്കുപ്പി സാധനം മേടിച്ചടിച്ചാ $900 ഇതേ പോയി. അത് മരിയ കുടിക്ക, പുള്ളി പറഞ്ഞ മരിയ ഇത് കുടിക്കാനേ പറ്റിയില്ല, അത് ആ കൂടി 2 പെഗടിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ച ഈ മനുഷ്യനോട് സംസാരിച്ച് വെച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം എന്താ വെച്ചാൽ 2 കാര്യങ്ങളാ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മള് ഉറക്കം എന്നുള്ള സാധനം ഞാൻ നേരത്തെ പറഞ്ഞോ എനിക്കറിയില്ല. അതായത് നമ്മള് ക്ഷീണം കാരണം നമ്മള് ശരിക്കും ഉറങ്ങിപ്പോകില്ല ടയർഡായിട്ട്. പക്ഷെ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഉറക്കം കിട്ടില്ല, ഉറക്കം നമുക്ക് വരില്ല, ഭയങ്കര പ്രശ്നം അത്. അപ്പൊ ആ സമയത്താണ് ഇവ സാധനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യം. അത് ശരിക്കും പറഞ്ഞാല് അധികമായ അമൃതം വിഷം എന്നല്ലേ പറയാ. ഇത് നമ്മുടെ നാട്ടില് പഴഞ്ചൊല്ല് പറയും, നമ്മള് മദ്യത്തെ നമ്മൾ കുടിക്കണം, മദ്യം നമ്മളെ കുടിക്കാൻ പാടില്ല എന്ന് പറയും. കുടിമാരുടെ ഇടയിലുള്ളൊരു സാധനം, നമ്മളെ പോലത്തെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പഴഞ്ചൊല്ലാണത്. അപ്പോ അധികമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഇത് പാകത്തിനായി കഴിഞ്ഞാല് എല്ലാം ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ആർക്കും ഒരു ശല്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കുടിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന വീഡിയോ ഇപ്പൊ എല്ലാം മാന്യമായി കൊണ്ടുപോവാ എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോ 4 അടിച്ചിട്ട് പെണ്ണുങ്ങളെ എടുത്ത് പൊതുക്കണ ആണുങ്ങളുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കണേട്ടാ. ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് മിണ്ടാണ്ട് സ്വന്തം കാര്യം നോക്കി പോണ ആൾക്കാര് കാര്യം ഞാൻ ഉദ്ദേശിക്കണേ. കാരണം എന്താന്ന് വെച്ചെങ്കിലേ, ഞാന് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. ഒരു ജോത്സ്യനുണ്ട്, പുള്ളിയുടെ പേര് മറന്നുപോയി, ഒരു ചെറുപ്പക്കാരൻ ജോത്സ്യനാ. അപ്പോ പുള്ളിനെ ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയും, ഭയങ്കര ഭർത്താവിന് ഭയങ്കര ദോഷമുണ്ട്, ദോഷം മാറാൻ വേണ്ടിട്ട് പൂജ ചെയ്യണം എന്ന് പറയാം.
ഓക്കെ, പരിഹാരം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു ഭർത്താവ് മദ്യപിക്കുന്നു പറയാം. ഓക്കെ, ഭർത്താവ് മദ്യപിക്കും. അപ്പോൾ ഭർത്താവ് എന്നും മദ്യപിക്കൂ? എന്നും മദ്യപിക്കില്ല, ആഴ്ചയിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ. ഓക്കെ, അപ്പൊ ആള് ചോദിച്ചു മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എടുത്തിട്ട് എന്തെങ്കിലും ഉപദ്രവോ കാര്യങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ആള് ജോലിക്ക് പോവാതിരുന്ന് മദ്യപിക്കോ? ഇല്ലില്ല. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു വലിയ കുപ്പിയാണ് എടുക്കണേ, പൊന്നെ കുഞ്ഞു കുപ്പി എടുക്കണേന്ന് പറഞ്ഞു. അപ്പോ ഇത് മാറാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടോ ചോദിച്ചു അയാളോടെ. അപ്പൊ അയാള് തിരിച്ചു കൊടുത്ത മറുപടി എന്താണെന്നറിയാ? എന്റെ പൊന്നു സഹോദരി, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു 2 സ്മോൾ അടിച്ച് സ്വസ്ഥമായിട്ടാ വീട്ടിലിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യണത്. മനസ്സിലായണ്ട? അയാള് വേറെ ശല്യത്തിനും ഇല്ലല്ലോ. അധികമായാലാണ് പ്രശ്നങ്ങള്. ഇപ്പൊ വേണ്ട എന്താ പറയാ, പൂജ അല്ല, ദോഷം കിടക്കണം നിങ്ങൾക്കാണ് പരിഹാരം വേണ്ടത് എന്ന് പറഞ്ഞ മാതിരി ഈ വക കാര്യങ്ങളൊക്കെ അനുവദിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ഈ ഉറക്കം എന്നുള്ള സാധനം വലിയ പ്രശ്നമാണ്. ഞാനിവിടെ വന്ന സമയത്ത് ട്രക്കിനും കയറുന്നതിന് മുമ്പായിട്ട് കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയിരുന്നു. നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ കപ്ലിങ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഒരു കമ്പനി ആയിരുന്നു അത്. ആ കമ്പനിയിൽ വെച്ചെങ്കില് 12 മണിക്കൂർ ഷിഫ്റ്റാ നൈറ്റ്. അപ്പോ ഒരു ദിവസം ജോലി ഉണ്ടാവും, പിന്നെ 2 ദിവസം ജോലി ഉണ്ടാവില്ല, പിന്നെ 2 ദിവസം ജോലി, പിന്നെ ഒരു ദിവസം ജോലി ഉണ്ടാവില്ല. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഇങ്ങനെ മാറി വരും ഈ സാധനം. ഒരാഴ്ച 2 ദിവസം, പിന്നെ 3 ദിവസം, ഇതിങ്ങനെ ജോലി വരിക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ രാത്രി വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒന്ന് രാത്രി ഉറങ്ങി സെറ്റ് ആകുമ്പോഴേക്കും പിറ്റേ ദിവസം ഫുള്ള് എഴുതിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ കിടന്ന് ജീവിതം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് പൊക്കോണ്ടുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഇപ്പൊ ഇന്നുണ്ടാവില്ല, ലാൻഡ് ഫോൺ ഉണ്ടല്ലോ, നമ്മുടെ ലാൻഡ് ഫോണിൽ ഒന്ന് കോഡ്ലെസ് ആയിരുന്നു. അപ്പോ ബെഡ്റൂമിൽ ഒരു കോഡ്ലെസ് ഇരിപ്പുണ്ട്, ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വന്നു, ആ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ വന്നിട്ട് കിടക്കാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞു ഇത് കൊണ്ട് മാറ്റി വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ കിടക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ഞാൻ, മമ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് ആ ബെഡിൽ ഫോൺ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇതാക്കി. സത്യം പറഞ്ഞ എന്റെ പെണ്ണുമ്പിള്ള ഈ സാധനം കിടക്കണത് മറന്നുപോയി. ഞാനൊന്നിനും ഉറക്ക പിടിച്ച് വരില്ല. ഇതേമാതിരി വിളിച്ചപ്പോ ഞാനിവിടെ കിടന്നിങ്ങനെ വിളിക്കണ്ട, എടി എടുക്കടി എന്ന് പറയണേക്കുണ്ട്. അവള് കേട്ടില്ല. അവസാനം ഞാൻ ഈ സാധനം എടുത്തിട്ട് ഏറ് കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ ഉറക്കപ്പിച്ചതിൽ കിടന്നുറങ്ങി ഞാൻ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി എനിക്ക് നോക്കിയപ്പോ ചെന്നപ്പോ ടീപ്പോയിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങള്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ ഉറക്കത്തിന്റെ കുഴപ്പം കൊണ്ടാണ്, വേറെ ഒന്നും നോക്കാം. ഇതൊക്കെ പറഞ്ഞുള്ളതാ. ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാവണ്ട. അപ്പൊ എനിക്ക് അനുഭവം ഉണ്ട് ഉറക്കം നഷ്ടപ്പെട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാല്. അതുകൊണ്ട് എന്റെ പൊണ്ണ് ചേച്ചിമാരെ, ഇതൊക്കെയും നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ ഉപദ്രവമില്ലാത്ത ഇങ്ങനെയൊക്കെ ചെയ്യണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യായുസിൽ ഉണ്ടാക്കാൻ പറ്റാതെ 10 ഇരട്ടി കാശ് ഉണ്ടാക്കാനുള്ള നല്ല പ്രയത്ന. അപ്പൊ അത് വേണമെന്ന് വെക്കുക. എന്നാ ഈ വക കാര്യങ്ങൾ ചെറുതയ്ക്കും അനുവദനീയമായ രീതിയിൽ ആക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോ നമ്മൾ കള്ളുകൂടിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഒരിക്കലും പറയരുത്. ഈ സാധനം ഉണ്ടല്ലോ മഹാപൊട്ടയാ. ഇതിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട്, നമ്മുടെ ആന്തരിക അവയവങ്ങളെ അങ്ങോട്ട് ആകെ കാച്ചിൽ കൂച്ചിരി പീച്ചിരിയാക്കും. അതുകൊണ്ട് ഇത് കുടിക്കണ അത്ര നല്ല കാര്യമൊന്നുമില്ല. പക്ഷെ ആവശ്യം വന്ന് നമ്മളിപ്പോ ഉറക്കഗുളി കഴിക്കണത് നല്ലത് ഈ സാധനത്തിന് ചെറുതായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യം നടത്തുന്നതാ. ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ പുറം രാജ്യങ്ങളിൽ ചെല്ലുമ്പോ ഇവർക്ക് ഓരോ സാധനങ്ങൾ എവിടെ ഇടണ്ടേ എന്നുള്ളത് വ്യക്തമായിട്ട് നിയമങ്ങളും സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ കൊണ്ടുപോയി ഇടാൻ നോക്കുക. പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ട്രക്ക് സ്റ്റോപ്പിൽ പോയിട്ട് അതിന് മുന്നേ മൂത്രമൊഴിക്കും. അതിനകത്ത് പോയിട്ട് വർഷമുണ്ട്, മുള്ളില്ല. ഇവിടെ ഒന്ന് മുള്ളും. അങ്ങനെ ഒരു ദിവസം പോലീസ് വന്നു, പറഞ്ഞു അയ്യോ എനിക്ക് ഡയബറ്റിക് ആണ്, എനിക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ പറ്റുകയാണ് സാറേ, സോറി നീ പറഞ്ഞപ്പോ മനുഷ്യത്തിന്റെ പേരില് ഓക്കെ എന്നാ ഒരു $200 എഴുതാൻ വന്നാ $30 അങ്ങോട്ട് അങ്ങനെ എന്തോ കൊടുക്കാതെ വീണ്ടും കാല് പിടിച്ച് കരഞ്ഞപ്പോ പോലീസുകാരൻ പറഞ്ഞു എന്നാ പിന്നെ ശരി പൊക്കോ എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇവന്റെ സ്ഥിരം മുള്ളണ സ്ഥലമാണ് അത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹൈവേ കൂടെ പോകുമ്പോ അങ്ങനെ നോക്കിയപ്പോ അവിടെ വണ്ടി എടുക്കണം എന്റെ. അപ്പൊ നോക്കിയപ്പോ അവന്റെ കാല് സൈഡിലൂടെ കാണാൻ എനിക്ക്, ആ ഡീസൽ ടാങ്കിന്റെ സൈഡിലേ. ഞാൻ വിളിച്ചവനെ ചോദിച്ചു നീ അവിടെ എന്താ ചെയ്യണേ? ഞാൻ മൂത്രമൊഴിക്കാം. നമ്മളിവിടെ നിനക്ക് 2 ദിവസം പല്ലേ പോലീസുകാരെ, ഞാനവരെ പറ്റിച്ചല്ലേ. അപ്പൊ അങ്ങനത്തെ സ്വഭാവം നമ്മുടെ ഉണ്ട്, നമ്മള് മാറ്റുന്നത് നല്ലതാ. നമുക്ക് എവിടെയും മുള്ളരുത് ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുള്ളാൻ നമുക്ക് പ്രത്യേക ഒരു സുഖ. അതുകൊണ്ട് അതും കൂടി കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. കാരണം ഈ ഒരു കഥ കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന എന്റെ പൊന്നു ചേട്ടന്മാരെ, അതുകൊണ്ട് ചേച്ചിമാരെ, ചെറുതായിട്ട് മദ്യപിക്കുന്ന ഭർത്താക്കന്മാർക്ക് മദ്യപിക്കട്ടെ, അവരവർക്ക് എൻജോയ് ചെയ്യട്ടെന്നേ. പട്ടിപ്പണി എടുക്കണതല്ലേ. അപ്പൊ പിന്നെ ശരി, വീണ്ടും കാണാട്ടാ. എല്ലാം പറഞ്ഞ മാതിരി.